Hey everybody, hope you're well. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ 10th ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? റിയൽ നമ്പേഴ്സ്. ആ റിയൽ നമ്പേഴ്സിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾക്കതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ് റൂമിൽ തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ദെയർ, ഓക്കെ. ആൻഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് മെറ്റീരിയൽസ് ഐ ഓൾറെഡി പ്രൊവൈഡഡ് ദാറ്റ് ഇൻ അവർ ക്ലാസ് റൂം. ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് HCF, LCM ഇതെന്താണ്, എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ HCF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. HCF, LCM ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതിലും താഴെയുള്ള ക്ലാസ്സുകളിൽ നല്ലതുപോലെ പഠിച്ചു വന്നതാണ്. പക്ഷേ ഇവിടെ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കേണ്ട HCF എന്ന് പറയുമ്പോൾ LCM എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട പവേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾ എടുക്കുന്നൊരു മെത്തഡ് ഉണ്ട്. അതാണ് നമ്മളിവിടെ പറയുന്നത്. സോ HCF കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദി നമ്പർ. ഓക്കെ, സോ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന HCF എന്ന് പറഞ്ഞാൽ തന്നെ കോമൺ ഫാക്ടറാണ്. സോ കോമൺ ആയിട്ട് വരുന്ന എടുക്കുക, അതിൽ ഏറ്റവും സ്മോളസ്റ്റ് പവർ ഉള്ളത് ആർക്കാണോ അവരെ മാത്രം എടുക്കാം, എന്നിട്ട് അതിനെ പ്രോഡക്റ്റ് ചെയ്ത് തരുന്നതാണ് HCF. LCM എന്ന് പറഞ്ഞാലോ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സിനെയും എടുക്കുക. ഓക്കെ, എല്ലാ നമ്പേഴ്സും ഒരു പ്രാവശ്യം എഴുതും, എന്നിട്ട് അതിലേറ്റവും ഗ്രേറ്റസ്റ്റ് പവർ ആർക്കാണോ ആ പവറോട് കൂടെയുള്ള നമ്പർ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് കാണും, അത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് LCM. ഓക്കെ, സോ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വെറുതെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ക്ലിയർ ആവില്ല. നമുക്കിതിനെ ഫസ്റ്റ് നമുക്ക് എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാകും. ഓക്കെ, സോ ഇപ്പോൾ ഈ HCF, LCM കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസേഷൻ അറിഞ്ഞിട്ടുണ്ടാവണം. സോ ലെറ്റ് സി ഹൗ ടു prime factorize the number 336. ഓക്കെ, സോ നെയിം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രൈം ഫാക്ടറൈസേഷൻ അല്ലേ. സോ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പ്രൈം നമ്പേഴ്സ് മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു കോമ്പോസിറ്റ് നമ്പറിനെ പ്രൈമിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതാണല്ലോ നമ്മുടെ അരിത്മെറ്റിക് തിയറം ഓഫ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്സ് അല്ലേ. യെസ്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്സ്. സോ ഇപ്പം അതിലുള്ള പോലെ തന്നെ ആ ഒരു കാര്യം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്ത് ചെയ്യാണ്? 336 എന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ജസ്റ്റ് ആ നമ്പർ എടുത്തോ, 336 എന്നുള്ള നമ്പർ എടുത്തു. എന്നിട്ട് നമ്മളിതിനെ ഈ രൂപത്തിൽ ലോങ് ഡിവിഷൻ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ എങ്ങനെയാണ്? ഇതുകൊണ്ട് എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ മനസ്സിലാക്കാം. നമുക്കറിയാം 2 കൊണ്ടൊരു നമ്പർ ഡിവിസിബിൾ ആണെങ്കിൽ ഈ ലാസ്റ്റ് ഡിജിറ്റ് എന്താകും? 02468 എന്നുള്ള നമ്പറാണ് ലാസ്റ്റിൽ വരുന്നതെങ്കിൽ ആ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, കംപ്ലീറ്റ് നമ്പറും. സോ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കുമ്പോൾ 1 2s are 2. സോ ബാലൻസ് ഇവിടെ ഒരു 1 ഉണ്ട്, അപ്പോൾ ഇത് 13 ആകും. ഓക്കെ, ഇത് 13 ആകുമ്പോൾ നമുക്കറിയാം 6 2s are 12 ആണ്. സോ 12 കഴിഞ്ഞാൽ ബാലൻസ് വീണ്ടും ഒരു 1 ഉണ്ട്, കണ്ടോ? അപ്പോൾ ഇത് 16 ആകും. സോ 16 എന്ന് പറയുമ്പോൾ 8 2s are 16. സോ ഇവിടെ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 168 ആണ് നമ്മുടെ ആൻസർ. അഗെയിൻ നമ്മൾ നോക്കി 8 2 ഡിജിറ്റ് കൊണ്ട് എന്താണ്? 2 ഡിജിറ്റ് നമ്പറാണ്. ഐ മീൻ 2 കൊണ്ട് ഡിവൈഡ് ആവുന്ന നമ്പറാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ എന്തെന്ന് അഗെയിൻ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 2 കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സോ 2 നമ്പർ എടുത്ത് 16 എന്നുള്ള നമ്പർ എടുത്ത്, സോ 8 2s are 16 and 4 2s are 8. അഗെയിൻ 4 is also divisible by 2. സോ വീണ്ടും നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. 4 2s are 8, 2 2s are 4. ഓക്കെ, അഗെയിൻ 2 ആണ്. 2 is also, this 42 is also divisible by 2. സോ 2 തന്നെ വീണ്ടും ഈ സൈഡിൽ പ്രൈം നമ്പേഴ്സ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫാക്ടറായിട്ട് 1ഉം ആ ഒരു നമ്പർ 1 ആൻഡ് ഇറ്റ് സെൽഫ്, ഇത് മാത്രമേ അതിൻ്റെ ഫാക്ടേഴ്സിൽ ഉണ്ടാവുള്ളൂ. അതാണ് പ്രൈം നമ്പർ. 2 3 5 7 11 ഇങ്ങനത്തെ നമ്പേഴ്സ്. സോ ഈ നമ്പേഴ്സിനെ നമ്മളിവിടെ കൊടുക്കുന്നത്. ഈ 2 കൊടുത്തു നോക്കിയാൽ എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്ത് നോക്കുകയാണ്? ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. സോ 2 2s are 4, 1 2 is 2. അഗെയിൻ ഇവിടെ 1 ആണ്. സോ 1 എന്നുള്ളത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ, പെർഫെക്റ്റ് ആയിട്ട് പോകില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് നോക്കുന്നത് 3 കൊണ്ട് ഡിവൈഡ് ആവുമോ എന്ന്. 3 കൊണ്ട് ഡിവൈഡ് ആവുന്നത് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരു നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ആവും എന്നുണ്ടെങ്കിൽ ഈ നമ്പറിനെ രണ്ടും ആഡ് ചെയ്യുമ്പോൾ 2 + 1 എത്രയാണ്? 3 അല്ലേ. അതുപോലെ 2 + 1 3 എന്ന് 3ൻ്റെ ടേബിളിൽ 3ൻ്റെ ഫാക്ടറായിട്ടാണ് നമ്പർ കിട്ടുന്നത്, ആഡ് ചെയ്യുമ്പോഴുള്ള നമ്പർ കിട്ടുന്നതെങ്കിൽ ആ ഒരു നമ്പർ ഈ ഹോൾ ഡിജിറ്റ് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ഇപ്പോൾ 2 + 1 3 ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നോർമലി നമുക്ക് 21 ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എത്ര വലിയ ഡിജിറ്റ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നോക്കുക 336 എന്നുള്ളത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ.
കണ്ടുപിടിച്ചിട്ട് പറയട്ടോ എന്നോട്, നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ പറയാം. ഓക്കെ, സോ ഇപ്പോൾ എന്താണ് നെക്സ്റ്റ് 21 എന്നുള്ളത് 3 കൊണ്ട് ഹൗ മെനി ടൈംസ് 7 3s are 21 ആൻഡ് 7 is also a prime number, so we can't divide. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു നമ്പർ ഇട്ടാലും അത് വേറെ ഏത് നമ്പറിലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഓൺലി 7 കൊണ്ട് മാത്രമേ അത് നടക്കുള്ളൂ. സോ 1 7 is 7. ഇപ്പോൾ നമുക്ക് ഇവിടെ 336ൻ്റെ എന്ത് കിട്ടി, പ്രൈം ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി. 336നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഇതുപോലെ 1 2 3 4 കേട്ടോ, 4 2s ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കും, 2ൻ്റെ പവറിൽ 4 എന്ന് കൊടുക്കും. ഓക്കെ, ഇൻറ്റു ഒരു 3 ഉണ്ട്, സോ ഇൻറ്റു 3, അടുത്തത് ഒരു 7 ഉണ്ട്, ഇൻറ്റു 7. സോ ഇത് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 336 എന്ന് കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ ഈ 336 നമ്മൾ ഫാക്ടേഴ്സ് ആക്കി എഴുതി. അടുത്തത് ഇവിടെ ഉള്ള ഒരു നമ്പറാണ് 54. സോ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്തു, 54നെയും ചെയ്ത് നോക്കുക. ഫസ്റ്റ് 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരും, 2 2s are 4, അഗെയിൻ 1 ഉണ്ടാകും, 7 2s are 14, അഗെയിൻ 7 + 2 ആണ്, അഥവാ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. ഹൗ മെനി ടൈംസ്, 9 times 3 is 27. അഗെയിൻ നമുക്ക് വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ്. ഓക്കെ അല്ലേ. സോ ഇപ്പോൾ നമ്മുടെ 54ൻ്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കുകയാണ്. സോ 54ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്, ജസ്റ്റ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതാ 2 ഉണ്ട്. ഓക്കെ, ഒരൊറ്റ 2 ഉള്ളൂ, ഇൻറ്റു 1 2 3 3 3s ആണുള്ളത്, ദാറ്റ് മീൻസ് 3 ക്യൂബ്. ഓക്കെ, സോ 2 × 3 ക്യൂബ്, ദാറ്റ് ഇസ് 54. സെറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ LCMും HCFും, ഈ പ്രൈം ഫാക്ടറൈസേഷൻ നിങ്ങൾ വേറെയും കുറച്ചുകൂടെ നമ്പേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, സോ എങ്കിലേ ഇത് സെറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ള കാര്യം എന്താണ്, നമുക്കിനി ഇതിൻ്റെ LCM എന്താണെന്ന് കാണണം. സോ LCM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, LCM എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത് ഇവിടെ നോക്കിയിട്ടുണ്ട്. LCM എന്ന് പറഞ്ഞാൽ നോക്കിയ പ്രോഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദി നമ്പേഴ്സ്. ഇതാണ് നമ്മൾ LCM എന്നുള്ളതിനുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് ആണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുക, ഇവിടെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സിനും എടുത്ത് എഴുതുക. 2 ഉണ്ട്, ഓക്കെ 2 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, സോ 3 ഉണ്ട്, ആൻഡ് 7 ഉണ്ട്. സോ എല്ലാ നമ്പേഴ്സിനും ഇവിടെ കോമൺ ആയിട്ട് വരണമെന്നില്ല കേട്ടോ, എല്ലാ നമ്പറിനും എടുത്ത് എഴുതി. എന്നിട്ട് അതിലെ ഗ്രേറ്റസ്റ്റ് പവർ, ഇവിടെ രണ്ടെണ്ണത്തിലും 2 ഉണ്ട്, പക്ഷേ അതിലെ ഗ്രേറ്റസ്റ്റ് പവർ 2 power 4 ആണ്. ഇതിൽ രണ്ടെണ്ണത്തിലും 2 ഉണ്ട്, പക്ഷേ ഗ്രേറ്റസ്റ്റ് പവർ 3 ക്യൂബാണ്. ഓക്കെ, എന്നിട്ട് ഇതിന് നിങ്ങൾ എന്ത് ചെയ്യാണ്, LCMന് പ്രോഡക്റ്റ് ഓഫ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ പ്രോഡക്റ്റ് എത്രയാണെന്ന് കാണണം. സോ പ്രോഡക്റ്റ് എത്ര വരും, 2ൻ്റെ പവർ 4 എന്ന് പറഞ്ഞാൽ എത്ര വരും, 16 × 2. സോ 16 8 × 2 16 ഇൻറ്റു 3 ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 27 ഇൻറ്റു 7. സോ അഗെയിൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണ്. സോ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 16 × 27 16 × 27 432 ഇൻറ്റു 7. സോ ഇൻറ്റു 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 is again 14 വരും, ബാലൻസ്. ഓക്കെ, നെക്സ്റ്റ് എത്ര വരും, 2. നെക്സ്റ്റ് 7 4s are so 28 + 2 30. ഓക്കെ 30. സോ 3024 എന്നുള്ളതാണ് നമ്മുടെ LCM ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, LCM എത്രയാണ് കിട്ടിയിട്ടുള്ളത്, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള LCM. ഇനി ഇതിൻ്റെ HCFും കൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ HCF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അത് നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്, പ്രോഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദി നമ്പർ. ഓക്കെ, സോ ഇപ്പോൾ സ്മോളസ്റ്റ് ഫാക്ടറുമാണ് പ്ലസ് എന്താണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് കണ്ടോ, ഇതിൽ 336 ഉണ്ട്, 54 ഉണ്ട്, ഇവരിൽ കോമൺ ആയിട്ടുള്ളത് ആരാണെന്ന് നോക്കുക. സോ HCF is equal to കോമൺ ആയിട്ടുള്ളത് 2ഉം 3യുമാണ്. അതിലെ സ്മോളസ്റ്റ് പവറാണ് വേണ്ടത്. ഓക്കെ, LCM ആകുമ്പോൾ ഗ്രേറ്റസ്റ്റ് പവർ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും എടുക്കും. പക്ഷേ HCF ആകുമ്പോൾ കോമൺ ഫാക്ടേഴ്സ് മാത്രം എടുത്തിട്ട് അതിലെ സ്മോളസ്റ്റ് പവറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ സ്മോളസ്റ്റ് പവർ എന്താണ്, 2ൽ 2 തന്നെയാണ് ഇവിടെ, ഇതാണ് സ്മോളസ്റ്റ് പവർ. ഇവിടെ 3ൽ 3 power 1 2 power 1 അല്ലേ, ഇതാണ് ഇതിൻ്റെ സ്മോളസ്റ്റ് പവർ. ദർഫോർ HCF is equal to എത്രയാണെന്ന് കിട്ടും, 6 ആണെന്ന് കിട്ടും. സോ LCMും കിട്ടി, നമുക്ക് HCFും കിട്ടി. പക്ഷേ ഇതോടെ നമ്മുടെ ക്വസ്റ്റിന് എൻഡ് ആയിട്ടില്ല. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് വെരിഫൈ ദാറ്റ്. കണ്ടോ, ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇതോടെ നിർത്താമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റിനും കൂടെ ഉണ്ട്, വെരിഫൈ ദാറ്റ് LCM × HCF is equal to പ്രോഡക്റ്റ് ഓഫ് 2 numbers. ഇതുകൂടെ നമ്മൾ വെരിഫൈ ചെയ്ത് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ സമ്മ് ഓവർ ആവുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നെക്സ്റ്റ് ഉള്ള വെരിഫിക്കേഷനാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ വെരിഫൈ ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ,
സോ എന്താണ് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകുന്നത്? HCF ഇൻറ്റു LCM ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. സോ അതിന് ഫസ്റ്റ് HCF ഇൻറ്റു LCM എന്താണ് അല്ലേ? LCM ഇൻറ്റു HCF നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. LCM ഇൻറ്റു HCFിൻ്റെ വാല്യൂ, LCM എന്താണെന്ന് നമുക്കറിയാം, HCF എന്താണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ ഓൾറെഡി ചെയ്തില്ലേ? LCM എത്രയായിരുന്നു നമുക്ക് വന്നത്? 3024 ഇൻറ്റു HCF 6 മാത്രമാണ് വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? സോ 24 2 അഗെയിൻ 12 14 അഗെയിൻ ഒരു 1 ഓക്കെ നെക്സ്റ്റ് 18. സോ 18144 ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാണ്? HCF ഇൻറ്റു LCM കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്താണെന്ന് കാണണം. ഏതൊക്കെയായിരുന്നു ആ ടു നമ്പേഴ്സ്? നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടു നമ്പേഴ്സ് 336 ഇൻറ്റു 54 ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് നമ്പേഴ്സ്. ഓക്കെ അല്ലേ? സോ ഈ രണ്ട് നമ്പേഴ്സിനെയും കൂടെ മക്കൾസ് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ 336 ഇൻറ്റു 54. സോ ഇവിടെയുള്ള ആൻസറും കറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 24 ബാലൻസ് ഒരു 2 അഗെയിൻ വീണ്ടും 4 ഓക്കെ 13 നെക്സ്റ്റ് അഗെയിൻ ഇവിടെയും 0 3 ഉണ്ട് 15 പ്ലസ് 3 സോ 18 ബാലൻസ് ഒരു 1 അഗെയിൻ 16 എന്നുള്ള ആൻസർ കിട്ടി. സോ 4 ഇവിടെ 4 നെക്സ്റ്റ് 8 പ്ലസ് 3 11 1 നെക്സ്റ്റ് 8 1 ഓക്കെ. സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ആൻസർ എന്താണ് കിട്ടിയത്? 18144. സോ LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. സോ ഇപ്പോൾ ഇതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? LCM ഇൻറ്റു HCF ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. ഓക്കെ. സോ ഇത്രയും എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഓക്കെ ഓവർ സെറ്റല്ലേ? ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.